പ്രവാസികൾ തങ്ങളുടെ കുടുംബങ്ങളുമായും സുഹൃത്തുക്കളുമായും സംസാരിക്കാൻ വീഡിയോ കോൾ ചെയ്യാനും സാധാരണ ഓഡിയോ കോൾ ചെയ്യാനുമൊക്കെ ആയിട്ട് സാധാരണ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് IMO. പക്ഷേ ഈ IMOയുടെ റിംഗ് ടോൺ ഭയങ്കരമായ അരോചകമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മിക്ക ഗൾഫ് രാജ്യങ്ങളിലും ഈ IMO നിരോധിച്ചിരിക്കുകയാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ പലരും IMO സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. നമ്മളൊരു പക്ഷേ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പുറത്തൊക്കെ നിൽക്കുമ്പോഴായിരിക്കും ഇത്തരത്തിൽ കോൾ വരുന്നത്. അപ്പോൾ ഈ IMOയുടെ റിംഗ് ടോൺ കേൾക്കുമ്പോൾ തന്നെ മറ്റാൾക്ക് മനസ്സിലാവും അത് IMOയുടെ കോൾ വരുന്നതാണെന്ന്. കാരണം സാധാരണ നമുക്ക് ഈ IMO എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ റിംഗ് ടോൺ ചേഞ്ച് ചെയ്യാനായിട്ട് മാർഗ്ഗമില്ല. എന്നാൽ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് IMOയുടെ റിംഗ് ടോൺ ചില പൊടിക്കൈകളിലൂടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്നാണ്. ഇതിനായിട്ട് നിങ്ങളുടെ IMO ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്നും APK എഡിറ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. APK എഡിറ്റർ. ആക്സെപ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഈ APK എഡിറ്റർ എന്ന് പറയുന്ന ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിലെ 4 ബട്ടണുകൾ നമുക്ക് കാണാം. അതിൽ രണ്ടാമത്തെ ബട്ടണായ സെലക്ട് APK ഫ്രം ആപ്പ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിൽ നിന്നും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന IMO എന്ന ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇതുപോലെ 3 ഓപ്ഷൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ നിന്നും രണ്ടാമത്തെ ഓപ്ഷനായ സിമ്പിൾ എഡിറ്റ് ഫയൽ റീപ്ലേസ്മെൻ്റ് എന്ന് എഴുതിയ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ IMO എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ APK ഫയൽ ഒന്ന് എഡിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ 3 ടാബ് നമുക്ക് കാണാം. ഫയൽസ്, ഇമേജസ്, ഓഡിയോസ് എന്ന 3 ടാബ്. അതിൽ മൂന്നാമത്തെ ടാബായ ഓഡിയോസിൽ വരിക. ഈ ഓഡിയോസിൽ വരുമ്പോൾ ഏറ്റവും താഴെ കാണുന്ന RT30s.ogg എന്ന് പറയുന്ന ഫയലാണ് IMOയുടെ ഡിഫോൾട്ടായിട്ടുള്ള റിംഗ് ടോൺ. അത് നിങ്ങൾക്ക് ഈ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്ലേ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ഈ ഡിഫോൾട്ടായിട്ടുള്ള ഈ റിംഗ് ടോൺ നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് ഈ RT30s.ogg എന്നുള്ളതിൻ്റെ വലത് സൈഡിൽ ഒരു പെൻ ഐക്കൺ കാണാം. ഒരു പെൻസിലിൻ്റെ അല്ലെങ്കിൽ ഒരു പേനയുടെ സിമ്പിൾ നമുക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് IMOയ്ക്ക് ഉൾപ്പെടുത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്ന റിംഗ് ടോൺ ഏത് ഫോൾഡറിലാണോ ഉൾപ്പെടുന്നത് ആ ഫോൾഡർ നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പോൾ എൻ്റെ ഫോണിൽ മൊബൈൽ 9 എന്ന് പറയുന്ന ഫോൾഡറിൽ ഞാനൊരു റിംഗ് ടോൺസ് എന്ന് പറയുന്ന ഫോൾഡറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റിംഗ് ടോണാണ് ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ റിംഗ് ടോൺ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾക്ക് വേണമെങ്കിൽ പുതുതായി വന്ന ആ റിംഗ് ടോൺ നമുക്ക് പ്ലേ ചെയ്യാം. പക്ഷേ പേര് പഴയ RT30s എന്ന പേരിൽ തന്നെ ആയിരിക്കും. പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ പുതുതായി നമ്മൾ നൽകിയ റിംഗ് ടോൺ നമുക്ക് കേൾക്കാൻ സാധിക്കും. കേട്ടല്ലോ. അപ്പോൾ ഈ റിംഗ് ടോൺ ആയിരിക്കും ഇനി നമുക്ക് IMOയിൽ ലഭിക്കുന്നത്. ഇനി ഇത്രയും ചെയ്തതിന് ശേഷം തീർന്നില്ല. ഏറ്റവും താഴെ സേവ് എന്ന് പറയുന്ന ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് IMOയുടെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള APK ഫയൽ എഡിറ്റ് ചെയ്ത് അതിലെ റിംഗ് ടോൺ മാറ്റിയിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നിലവിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന IMO അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ പുതുതായി എഡിറ്റ് ചെയ്ത IMO ഇൻസ്റ്റാൾ ചെയ്യണം. ചിലപ്പോൾ ഇത്തരത്തിൽ അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ വന്നെന്നിരിക്കും. അത് നിങ്ങൾ നോ താങ്ക്സ് എന്ന് പറയുന്ന ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്ത് ഒഴിവാക്കുക. ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ബട്ടൺ കാണാം. ഈ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. പക്ഷേ ഓർക്കുക, അതിനു മുമ്പ് നമ്മുടെ ഫോണിൽ ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിരിക്കുന്ന IMO അൺഇൻസ്റ്റാൾ ചെയ്യണം. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിരിക്കണം അത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പുതുതായിട്ട് ഉൾപ്പെടുത്താൻ പോകുന്ന IMO ഇത് രണ്ടും കോൺഫ്ലിക്റ്റ് ആകും. അത് വരാതിരിക്കാൻ ഈ ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫോണിൻ്റെ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ IMOയിലേക്ക് എത്തി നമ്മൾ IMO അൺഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ IMO അൺഇൻസ്റ്റാൾ ചെയ്തു. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തിരുന്ന APK എഡിറ്റർ എന്ന് പറയുന്ന ആ വിൻഡോയിലേക്ക് തിരിച്ചെത്തിയിട്ട് നമ്മളിവിടെ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഈ എഡിറ്റ് ചെയ്ത
IMO ഇൻസ്റ്റാൾ ചെയ്യുന്നു. അപ്പോൾ ഇതിപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്നല്ല ഇൻസ്റ്റാൾ ചെയ്യുന്നത്, നമ്മൾ എഡിറ്റ് ചെയ്ത APK ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഈ അൺനോൺ സോഴ്സസിൽ നിന്നുള്ളത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് ഇവിടുന്ന് കൊടുക്കണം. അതുകൊണ്ട് ഈ അൺനോൺ സോഴ്സസ് എന്ന് കാണിക്കുന്നതിലെ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കണം. അതിനുശേഷം ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇവിടെ താഴെ കാണുന്ന ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ പുതിയ റിംഗ് ടോൺ ചേഞ്ച് ചെയ്ത IMO നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത്തരത്തിൽ IMO ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മുടെ രാജ്യം ഒക്കെ സെലക്ട് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറൊക്കെ നൽകി വെരിഫൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർക്കണം, നിങ്ങളുടെ മൊബൈലിലെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ചിത്രങ്ങളോ വീഡിയോകളൊക്കെ IMO വഴി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവയൊക്കെ സേവ് ചെയ്തിട്ട് വേണം ഇത്തരത്തിൽ അൺഇൻസ്റ്റാൾ ചെയ്യാൻ, അല്ലെങ്കിൽ ആ IMOയിലൂടെ നേരത്തെ ലഭിച്ച വിവരങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എൻ്റെ IMO ഞാൻ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തു. ഇനി ഈ IMOയിലേക്ക് ഞാൻ മറ്റൊരു IMO അക്കൗണ്ടിൽ നിന്നും ഒരു കോൾ ചെയ്ത് നോക്കാം, റിംഗ് ടോൺ ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. പുതിയ നമ്മൾ മാറ്റിയ റിംഗ് ടോൺ അനുസരിച്ചുകൊണ്ടുള്ള കോളാണ് ഇപ്പോൾ വരുന്നത്. ഈ റിംഗ് ടോൺ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ ഈ റിംഗ് ടോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ റിംഗ് ടോൺ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് തോന്നുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ ഈ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർക്ക് ഇപ്പോൾ തന്നെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം അതോടൊപ്പം ഒരു ബെല്ലിൻ്റെ സിമ്പൽ കാണും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ ചാനലിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അതാത് സമയം തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി എത്തുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഉപയോഗപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്.